ഞാനിപ്പം കുഞ്ഞിലേ തൊട്ട് ഷാജി ചേട്ടനെ സിനിമയിൽ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷൻ്റെ സിനിമകളിലും ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ജനറേഷൻ അനുസരിച്ചും സിനിമകൾക്കും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ചേഞ്ചിനെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? എനിക്കൊരു ആക്ച്വലി വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന ഈ പൊന്നുംകോശിയിൽ, പൃഥ്വിരാജിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സുഖേട്ടനോട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ, നരേന്ദ്രപ്രസാദ്, ഇപ്പോൾ അർജുൻ അശോകൻ്റെ കൂടെ അഭിനയിക്കുന്നു, അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഹരിശേഷൻ്റെ കൂടെ, അങ്ങനെ കാളിദാസൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ഒരു തലമുറ മൊത്തം ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പോൾ അതൊരു പ്രണവിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പോൾ അവരുടെ എല്ലാം ഈ പറയുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും വലുതായ ഒരു ഹീറോ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം ഒരു വശത്ത്, മറിച്ച് ഏറ്റവും വലിയ ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ സിനിമയിൽ സ്പേസ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് സിനിമ ഈ പറയുന്ന രീതി നല്ല വേഷങ്ങൾ കിട്ടുന്നില്ല. എല്ലാം അന്നത്തെ ന്യൂജൻ സിനിമകളെന്ന് മിമിക്രി സിനിമകളായിരുന്നു. അപ്പോൾ മിമിക്രി സിനിമകളിൽ പുത്തുമ്പയും പൂവാലന്മാരും, മെരാനൻ ജോക്കർ, ന്യൂസ് പേപ്പർ ബോയ്സ്, ഒരാഴ്ചയിൽ 2 പടം 3 പടം ഒക്കെ ഉണ്ട്. എല്ലാവരും ഹീറോ ആണ്. പക്ഷെ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അതായത് ഹീറോയ്ക്ക് പാട്ടുണ്ട്, ഡാൻസുണ്ട്, പോസ്റ്ററിൽ വലിയ തലയുണ്ട്, അതിലൊക്കെ എൻ്റെ ഫോട്ടോസും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പബ്ലിക്കിൻ്റെ ഉള്ളിൽ അറിയുന്നതാണ്, ഞാൻ നായകനാണ്. ബട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ആക്ച്വലി നായികയുടെ പുറകെ കുറച്ച് നടക്കുക, കുറച്ച് പാട്ട് അഭിനയിക്കുക, സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എല്ലാം ലോ ബഡ്ജറ്റ് സിനിമകൾ. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി നമുക്കൊരു ആക്ടിങ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്ന് സീരിയൽ ഭയങ്കര ക്ലിക്കായി എല്ലാ വീടുകളിലും സന്ധ്യ ആകുമ്പോൾ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ സീരിയലിൽ പോയി. സീരിയലിൽ ഒരുപാട് ചാരുലത, ശാരദ, സ്ത്രീ, പാരിജാതം, അമ്മക്കിളി, അങ്ങനെ പറഞ്ഞ് എല്ലാ ഹിറ്റുകളിലും ഞാൻ നായകനായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അന്നത്തെ സീരിയലിലെ ദുർഗാനഗർ സീരിയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ അമ്മയായിട്ട് സീമ ചേച്ചി, ശ്രീവിദ്യാമ്മ, 500 എപ്പിസോഡൊക്കെ ശ്രീവിദ്യാമ്മ അമ്മയായിട്ടുണ്ട്. മുരളിച്ചേട്ടൻ, നടൻ മുരളി, ഒടുവിൽ ഉണ്ണീഷൻ, ആക്ച്വലി അദ്ദേഹത്തിനോട് സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ നെടുമുടി വീണ അച്ഛനായിട്ട് പകൽ വീടെന്ന് പറയുന്ന ഒരു സീരിയൽ, അച്ഛനും മോനായിട്ട് സിനിമ. അപ്പം ഞാൻ ഇത്രയും ലെജൻസിൻ്റെ കൂടെ മറ്റ് ഏത് മേഖലയിലും അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അഭിനയിക്കുന്നത് വെച്ചാൽ എൻ്റെ ആക്ടിങ്ങിൻ്റെ അല്ല, ഞാൻ അഭിനയം കണ്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം. ആക്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ കുറച്ചായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ ലെജൻസിൻ്റെ മുന്നിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം പലരും നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അതൊരു ഭയങ്കര ഭാഗ്യം. ഞാൻ അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പോൾ അദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുക, ഞാൻ ആരുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ സ്വപ്നമാണോ, അങ്ങനെയൊക്കെ തോന്നും. അമിതാഭ് ബച്ചനും ജയ ബച്ചനും അഭിനയിക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുക. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ. പ്രഭു സാറ്, ശിവരാജ് കുമാർ, നാഗാർജുന, കല്യാണിൻ്റെ പരസ്യം 5 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഒരു ടെൻറ്റിനകത്ത് ഉണ്ടായിരുന്നു. മലയാളത്തിൽ മഞ്ജുവാരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതൊക്കെ മിമിക്രിയിൽ നിന്നും സ്റ്റേജുകളിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് കിട്ടാവുന്ന സൗഭാഗ്യങ്ങളപ്പുറം കിട്ടിയതൊക്കെ ബോണസാണ്. അപ്പം അങ്ങനെ വരുന്നൊരു ആക്ടർ എന്നതിലുപരി ഒരു ഭാഗ്യമുള്ള നടൻ എന്നാണ് ഞാൻ പറയുള്ളൂ.